ശനിയാഴ്ച 12 മണി വരെ ടൈമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഗസയില്ല. ഗസയെ മൊത്തം പിടിച്ചെടുക്കും അമേരിക്ക. ട്രംപ് പുതിയ പ്രസ്താവനയിൽ വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒറ്റ കാര്യം അറിയോ? വെള്ളിയാഴ്ചയും വെള്ളിനാളും വന്നിട്ട് പള്ളിയിൽ പോയിട്ടില്ല. എന്നിട്ടല്ല എപ്പോഴും മനസ്സിലായില്ലേ? ഇതിനേക്കാൾ വലിയ മൂത്താപ്പന്മാർ ഒന്ന് കളിച്ചു നോക്കിയതാ. ഒന്നും നടന്നിട്ടില്ല. നിങ്ങളോടും പറയാത്ര മാത്രമേ ഒന്നും നടക്കില്ല. നിങ്ങൾക്കൊരു എന്താ അറിയോ? ഹമാസ് എന്ന വ്യക്തിയുടെ, ഹമാസ് എന്ന ഗ്രൂപ്പിന്റെ, ഹമാസ് എന്ന പലസ്തീൻ മക്കളെ കുറെ പാവപ്പെട്ട ആൾക്കാർ കൊല്ലാനുള്ളത്. കൊന്നു തള്ളാൻ, ബോംബിട്ടും മിസൈലിട്ടും വെടിവെച്ചും കൊന്നു തള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. അതല്ലാതെ ഹമാസിന്റെ എന്താ പറയുക ഒരു തുടങ്ങുന്നതിന് കഴിയില്ല. അതാണ് സത്യം. മനസ്സിലാക്കേണ്ട സത്യം. ലോക രാജ്യങ്ങൾ മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ അമേരിക്ക പറഞ്ഞ കാര്യം എന്താ പറയുക? ശനിയാഴ്ച വരെ ഞങ്ങൾ കാത്തിരിക്കും. ഏത് ഇസ്രായേലിലെ ബന്ദികളാക്കിയിട്ടുള്ള ആൾക്കാരെ മൊത്തം വിട്ടയച്ചിട്ടില്ലെങ്കിൽ ട്രംപ് ഇറങ്ങും എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ മനസ്സിലാക്കാൻ കോമഡി ആയിട്ടുള്ളൂ. ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് ഈ ഒരു വാക്കുകൾ കേട്ടിട്ട്. കാരണം പറഞ്ഞ ബന്ദികളെ മൊത്തം വിട്ടു കൊടുത്തിട്ടില്ലെങ്കിൽ അമേരിക്കൻ പട്ടാളം കൊണ്ട് ഇറങ്ങും. പണ്ട് അമേരിക്കൻ പട്ടാളം വന്നിരുന്നു. കുറെ അമേരിക്കൻ പട്ടാളം ഇസ്രായേൽ സഹായിക്കാൻ വന്നിരുന്നു. ഇപ്പം എന്താ ഉള്ളിക്കച്ചവടത്തിന് പോയതാ. ഉള്ളിക്കച്ചവടത്തിന് പോയത് എങ്ങനെ നമ്മൾ കണ്ടുകൊടുക്കുന്നത്? പുറത്തേക്ക് വിട്ടിട്ടില്ല. പണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ? ഈ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത്, അതിന്റെ മുമ്പായിട്ട് ട്രംപ് അധികാരത്തിലില്ലാത്ത സമയത്ത് ട്രംപ് പറഞ്ഞ കാര്യം എന്താ അറിയോ? പലസ്തീൻ മക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചാണ് ഈ ട്രംപ് നടന്നത്. ഇപ്പൊ അധികാരം കിട്ടിയ സമയത്ത് എന്താ അറിയോ? ഗസയെ പിടിച്ചെടുക്കണം, ഹമാസെ ഇല്ലാണ്ടാക്കണം, ഇറാനെ എങ്ങനെ ആക്കണം, ഊതികൾ എങ്ങനെ ആക്കണം, ഇസ്ബുലിനെ എങ്ങനെ ആക്കണം പറഞ്ഞ് മുപ്പരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. പറഞ്ഞ ചുമ്മാ വരികയാണ്. കൊഞ്ചം തുള്ളിയ ചട്ടിയിലല്ലേ മുട്ടോളം. അത്രയും മനസ്സിലാക്കേണ്ട കാര്യങ്ങളും. ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഹൂതികളാവട്ടെ, ഹിസ്ബുള്ളാവട്ടെ, ഇറാനാവട്ടെ, ബാക്കിയുള്ള എല്ലാ ഇസ്രായേൽ ഈ പലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും എന്താ പറഞ്ഞത് മനസ്സിലാക്കാൻ കാരണം അറിയുക? ഇതുപോലെ കൂർമ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളും കൂടി വന്നുപോലെയില്ല പറഞ്ഞത്. ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഹമാസ് കഴിഞ്ഞ മണിക്കൂർ വ്യക്തമാക്കി പറഞ്ഞു, അമേരിക്കയല്ല ഇനി ആര് വന്നാലും ശരി ഗസയെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മെരിയായ്ക്ക് നല്ല സത്യം. ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറ് അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പല ഇസ്രായേലിന്റെ ഭാഗത്ത് പല രൂപത്തുനിന്നും പല രീതിയിൽ കൂടെയുള്ള ആക്രമണം അവിടെ അയച്ചുവിടുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ പറയാമെന്നറിയോ? ഇനി മുമ്പോട്ട് കാര്യം മനസ്സിലാക്കാൻ കാരണം അറിയോ? ഇനി യുദ്ധം തുടങ്ങുകയാണെങ്കിൽ, പല രാജ്യങ്ങളും ഇപ്പൊ മനസ്സിലാക്കാൻ കാരണം അറിയോ? ഇസ്രായേലും അമേരിക്കയും പല രാജ്യങ്ങളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു. അത് അവർക്ക് ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ പല രാജ്യങ്ങളുണ്ട്. പക്ഷെ മനസ്സിലാക്കാൻ എന്താ അറിയോ? പണ്ട് 100% ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും സപ്പോർട്ട് ചെയ്യാൻ 10% രാജ്യങ്ങളോടില്ല. മനസ്സിലാക്കണം. സാധാരണ മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ? യുദ്ധം വേറെ വിധത്തിലേക്ക് പോവുകയാണ്. ഇസ്രായേലിന്റെ പതനം, അതുപോലെ അമേരിക്കയുടെ പതനം, ഹൂതികളാവട്ടെ, ഹിസ്ബുള്ളാവട്ടെ പല തരത്തിലും തയ്യാറെടുത്തുകൊണ്ട് കൊടുക്കുക. ഊതികൾ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. കടലിൽ കൂടെ, ചെങ്കടലിൽ കൂടെ ഒരു സാധനം പോകില്ല എന്നുള്ളത് ഈച്ചപ്പോഴാ ഞങ്ങൾ സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും യുദ്ധത്തിലെ പല മുറകളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പുതിയ യൂട്യൂബ് ചാനലാണ്. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.